ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനങ്ങളൊക്കെ? അപ്പം ഇന്ന് ഇതിൻ്റെ ഉള്ളൊക്കെ ഈ കൂടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചോരി തുടച്ച് ഡപ്പകളൊക്കെ ഒന്ന് റെഡിയാക്കി തുടക്കേണ്ടതൊക്കെ തുടച്ച് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഇന്നത്തെ ഈ റേക്കിൻ്റെ അടുക്കളയുടെ അടിയിൽ കൂടെ പാത്രം പൊടികളൊക്കെ വെച്ചത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് കഴിഞ്ഞാൽ എന്നാൽ അത് ചെയ്യാച്ചിട്ടാ. അപ്പം നിങ്ങൾക്കിത് കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോ ഭാഗങ്ങൾ എടുത്തിങ്ങനെ തുടക്കണം ഒക്കെ ഇട്ടിട്ടോ. ഒരു ഭാഗത്തേക്ക് നമുക്ക് കാണാനിട്ട് അപ്പോൾ ഞാനിങ്ങനെ മൊബൈൽ കുടിച്ചിട്ട് തന്നെ ഇവിടെയൊക്കെ ഇതൊക്കെ അടിച്ചോരി വിരിച്ച് അപ്പോൾ എന്നിട്ട് ഈ പൊടിയുള്ള ഡപ്പകളൊക്കെ ഒന്ന് തുടച്ച് ഇതാക്കി വെക്കട്ടെ. ബാക്കിയുള്ളതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പം എന്നിട്ട് കാണാം. അപ്പം അതാ ഇന്ന് ഇവിടുത്തെ ജനലോളും ഈ ഒരു ജനലോളെന്ന് പറയില്ല കേട്ടോ. ഈ ഒരു ജനലും ഈ വീതനി ഈ സ്ലാബില്ലേ, പിന്നെ ഇതാ ഈ പാത്രം വെക്കുന്നത്, ആ പാത്രം വെച്ചത്, പിന്നെ ഇതാ ഈ സ്ലാബൊക്കെ പിന്നെ ദിവസം നമ്മൾ തുടക്കലുള്ള തന്നെ. പിന്നെ ഇതാ ഇതൊക്കെ കഴുകി ഒന്നുകൂടി കൗത്തി നമ്മളെ സോപ്പ് ഉണ്ടാക്കിയിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പറ്റാത്തതൊക്കെ ഒന്ന് പൊടിയുള്ളതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടോ. പിന്നെ ഈ അൽമരക്കൂടിൻ്റെ ഉള്ളും ഇതിൻ്റെ ഉള്ളിൽ പാത്രങ്ങളും ഇതുണ്ട്. അപ്പം അത് കാണില്ല കേട്ടോ, ഇരുട്ടാണ്, അവിടെ ലൈറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ അടുക്കി പെറുക്കി അതൊക്കെ പിന്നെ സാധാ എടുക്കണ തന്നെയാണ് നമ്മൾ. എന്നിട്ട് കഴുകിയിട്ടാണ് കൗത്തും. പിന്നെ പൊടിയുള്ളതും ഒക്കെ ഒന്ന് തുടച്ചു. പിന്നെ അതാ ഇവിടെ ഉണ്ട് കേട്ടോ പാത്രങ്ങളും ഡപ്പികളും മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടച്ചത്. അപ്പോൾ അതും ഒക്കെ ഒന്ന് എടുത്ത് തുടച്ച് നാളെ കഴുകിയിട്ടൊക്കെ നിറച്ച് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പോകാം. അപ്പോൾ അതും ശരിയാക്കി. പിന്നെ ഇതിൽ അരിയും ബക്കറ്റും അരി ഇട്ടേക്കണ ബക്കറ്റുകളും ഇതൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ അടിയൊക്കെ ഒന്ന് എടുത്തുവെച്ച് ഒക്കെ ഒന്ന് അടിച്ചോരി തുടച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലത്തെ പ്രത്യേകതയുള്ള പണി. ഉള്ളൊക്കെ ഒന്ന് ആൽമരക്കൂടിൻ്റെ ഉള്ളി അരിക്കാട്ടോ ഇതൊക്കെ ഉണ്ടാവില്ല. നമ്മൾ ദിവസം പുറം വെറുതെ ഒന്നിങ്ങനെ അടിച്ചോരി തുടക്കുള്ളൂ. പിന്നെ എടുത്തുവെച്ച പാത്രങ്ങളൊന്നും എടുക്കാത്ത പാത്രങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കഴുകി. എല്ലാവരും ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടാവില്ല, പിന്നെയും പൊടി അടിക്കും. എന്നാലും ഞാൻ ഒറ്റക്കല്ലുള്ളൂ. അപ്പോൾ ഓരോ പണി ഉള്ളോളി ഇങ്ങനെ ഇടവ് ഈ അൽമരക്കൂടിൻ്റെ ഉള്ളിലത്തൊക്കെ പണികൾ കഴിച്ചേക്കാം കേട്ടോ. വാതിലും ജനലൊക്കെ പിന്നെ തുടക്കാച്ചിട്ടാണ്. അപ്പോൾ ഈ അടുക്കളയുടെ വാതിലുകളും പിന്നെ അതാ ഈ വാതിലുകളും വെറുതെ ഒന്ന് തുടച്ചെടുത്തിട്ടോ. ഇനി പിന്നെ അപ്പം ഒന്ന് എല്ലായിടം തുടക്കുമ്പോൾ ഒന്ന് വെറുതെ തുടച്ചാൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ തുടച്ച് ഇനി പടി തുടക്കട്ടോ. അവിടെ അടുക്കളയിലേക്ക് തട്ടിയാക്കിക്കോ മറ്റത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത് മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റും ചെയ്യട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ നോമ്പിൻ്റെ പണി തുടങ്ങിയോ ഇല്ലേന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ അത് ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെന്താ, അപ്പോൾ ഓരോന്ന് ചെയ്യട്ടോ. അപ്പോൾ അത് പാത്രങ്ങളൊക്കെ കുറേ കഴുത്തി വെച്ചിക്കുക. പിന്നെ പുട്ടും കടലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്നൊന്ന് ചെയ്യട്ടോ. ലൈക്ക് അടിക്കാതെ പോകരുത് കേട്ടോ.